തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോടാ ചെങ്കളം മാധവ. ഇത് ബെറുങ്ങനിട്ട് തട്ടാനുള്ള പന്തല്ല, ഭൂഗോളാണ്. നല്ലോണം തട്ടിയാലേ ഇത് അന്യം കൊണ്ട് ലോകം ചുറ്റും. നാട്ടിലാവുമ്പോ കുറുക്കന്, പന്നി, പാമ്പ്, ബേട്ടാബിളിയൻ അങ്ങനെ ചല്ലിബില്ലി എല്ലാം ഉണ്ടാവും. ഞാൻ പറയുന്നത് കാട് ഭരിക്കുന്ന ടീമിനെ കുറിച്ചാ. പുലി, കടുവ, സിംഹം, കിങ്സ് കിങ്സ് കിങ്സ്. നമ്മ അങ്ങനൊരു കിങ്സാ. നാളെ നീ ജയിച്ച 19 കൊല്ലത്തെ ചരിത്രം എനക്ക് തിരുത്താം. അർജന്റീന ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നുപോയിരിക്കുന്നു. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ ശ്രമം? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം. വേണം. കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും ഇടയ്ക്ക് നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. അടുത്ത സൈസൊക്കെ നമ്മളെ കൈ തന്നെ ഉണ്ട്. എന്നാലും ഇത് നമുക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കലോ പാപ്പിച്ചായ? പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ? അയ്യോ, ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ. ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. മാരാരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. കൈ കൊണ്ടുവന്ന് എന്താ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.